ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ദ ചേസ് മാസ്റ്റർ ഈസ് ബാക്ക്. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മികവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. റായ്പൂരിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റുകൾക്കാണ് RCB KKRനെ പരാജയപ്പെടുത്തിയത്. KKR ഉയർത്തിയ 193 എന്ന വിജയലക്ഷ്യം 5 പന്തുകൾ ബാക്കി നിൽക്കെയാണ് RCB മറികടന്നത്. ഈ ഒരു വിജയത്തോടെ 16 പോയിന്റുമായിട്ട് പോയിന്റ്സ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് തിരികെ എത്താനും RCBക്കായി. നമ്മൾ ഈ മത്സരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് വിരാട് കോഹ്ലി. നമുക്കറിയാം വിരാട് കോഹ്ലി ആ ഒരു ചേസ് എത്ര പെർഫെക്ഷനോടെയാണ് സ്കെയിൽ ചെയ്യുന്നതെന്ന് തന്റെ കരിയറിലുടനീളം പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു സീസണിൽ എന്താണ് ആ ഒരു പവർ പ്ലേയിൽ തന്റെ ഒരു ഹൈ ഇന്റന്റോട് കൂടി കളിക്കുന്ന വിരാട് കോഹ്ലിയാണ് കണ്ടത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഒരു റെയർ ഫെയിലിയേഴ്സ്, അതായത് ബാക്ക് ടു ബാക്ക് ഡക്സ് വിരാടിന് വന്നു. ആ 2 ഫെയിലിയേഴ്സിൽ നിന്ന് ഞാനപ്പോൾ ഈ ഒരു പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ 2 ഫെയിലിയേഴ്സ് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും തന്റെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഹങ്കർ വിരാട് കോഹ്ലിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോറിൽ RCBയുടെ കാര്യത്തിൽ പറഞ്ഞത് വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം നോക്കുക, ആ ഒരു ബാക്ക് ടു ബാക്ക് ഡക്സ് വന്നു. ആ ഒരു സിംഗിൾ ഇട്ടപ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് പന്ത് നേരിട്ട് ആദ്യ പന്തിൽ സിംഗിൾ ഇട്ട് ആ ഒരു റൺസ് നേടിയപ്പോൾ തന്നെ ഒരു ഫിസ്റ്റ് ബമ്പോടെയാണ് കോഹ്ലി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ കോഹ്ലി തുടങ്ങുമ്പോൾ നമുക്കറിയാം എന്താണ് ഹി ഹാസ് സെറ്റ് ഹിസ് ഐസ് ഓൺ ദാറ്റ് ടാർഗറ്റ്. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ഇപ്പോൾ ഇന്നത്തെ ഒരു സർഫസിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിലേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സർഫസ് ആയിരുന്നു. അവിടെ ഒരു പാർ സ്കോർ തന്നെയാണ് KKR നേടിയത്. എന്നാൽ വിരാട് കോഹ്ലിയുടെ മുൻപിൽ എന്താണ് ആ ഒരു KKRന് പിന്നെ ആ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ വേണം പറയാൻ. ആ ഒരു നമ്മുടെ റോമാൻ പവല് കളഞ്ഞൊരു ഹാഫ് ചാൻസ്, അത് ഒരു ഈസി കേസ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ടഫ് ചാൻസ്, കാരണം അത് എന്താണ് ഒരു ഷോർട്ട് കവറിൽ നിന്ന സമയത്ത് അത്രയും പവറിൽ വിരാടിന്റെ വന്നൊരു ഷോട്ടാണ്, അത് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ഹാഫ് ചാൻസ് മാത്രമാണ് വിരാട് ഇന്നത്തെ മത്സരത്തിൽ കൊടുത്തത്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വിരാട് ആ ഒരു പേസ് ചെയ്തത്. ഇനി നമ്മൾ മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാർ ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റെയിൻ കാരണം 75ഓളം മിനിറ്റ് താമസിച്ചാണ് മത്സരം തുടങ്ങിയത്. എന്നാൽ ഓവറൊന്നും വെട്ടിക്കുറയ്ക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ RCB നിരയിൽ 2 മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. റൊമാരിയോ ഷെപ്പേർഡിന് പകരം ജേക്കബ് ഡഫി വന്നു. അതുപോലെ ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് വെങ്കടേഷ് അയ്യരും ടീമിലേക്ക് വന്നു. ഇവിടെ സുയാഷ് ശർമ്മ കളിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റായ്പൂർ കുറച്ചുകൂടി പേസ് ബോളിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സർഫസ് ആയതുകൊണ്ടാണ് ഇവിടെ സുയാഷ് കളിക്കാതിരുന്നത്. അല്ലെങ്കിൽ എന്താണ് റസീഖിന് പകരമായിരുന്നിരിക്കണം ഡഫി വരേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ 2 ഇൻക്ലൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി ആ ഇഞ്ചുറി മൂലം കളിച്ചില്ല. പകരം സൗരഭ് ദുബെയാണ് ആ ടീമിൽ അവരുടെ KKRന്റെ ടീമിൽ വന്നത്. ഇനിയിപ്പോൾ ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിന്നലൻ കഴിഞ്ഞ മത്സരത്തിൽ ലാസ്റ്റ് മാച്ചിൽ സെഞ്ചുറി അടിച്ച പ്ലെയറാണ്. ഇന്നും എക്സലന്റ് ആയിട്ട് തന്നെയാണ് തുടങ്ങിയത്. എന്നാൽ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആയിട്ടുള്ള ഭുവനേശ്വർ കുമാർ, നമ്മുടെ ഭുവി, ഫിന്നലിനെ ഔട്ട്സ്മാർട്ട് ചെയ്തു. ഒരു മികച്ച സ്റ്റാർട്ടായിരുന്നു ഫിന്നലിന് കിട്ടിയത്. 8 പന്തിൽ 18 റൺസിന് ഫിന്നലിന് പുറത്തായി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബാറ്റിംഗിൽ ഇപ്പോൾ രഹാനയ്ക്ക് ഒരു സ്റ്റാർട്ട് കിട്ടി 13 പന്തിൽ 19. എന്നാൽ ഹേസൽവുഡിന്റെ പന്തിലാണ് രഹാനെ പുറത്താവുന്നത്. ആ ഒരു എക്സ്ട്രാ ബൗൺസ്, നമുക്കറിയാം ഹേസൽവുഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ബൗൺസിൽ രഹാനെ പുറത്തായി. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം ജേക്കബ് ഡഫിക്ക് നല്ലൊരു റിട്ടേൺ ആയിരുന്നില്ല. 4 ഓവറിൽ 48 റൺസ് കൊടുത്തു. അതിൽ തന്നെ ആദ്യ 2 ഓവറിൽ 31 റൺസ് എന്താണ് കൊടുത്തത്. പിന്നെ അവസാന 2 ഓവർ കുറച്ചൊക്കെ പിടിച്ചു, എങ്കിലും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഔട്ട്കം ആയിരുന്നു. പിന്നെ എക്സലന്റ് ആയിട്ട് കളിച്ചത് ആംഗ്രിഷ് രഘുവംശിയാണ്. രഘുവംശി 46 പന്തിൽ 71 റൺസ് എടുത്തു. അവസാന പന്തിൽ റൺഔട്ട് ആയിട്ടാണ് പുറത്തായത്. ആ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു നല്ല സ്കോറിൽ KKRനെ എത്തിക്കാനായിട്ട് രഘുവംശിക്ക് കഴിഞ്ഞു. കാമറൂൺ ഗ്രീൻ 24 പന്തിൽ 32. തുടക്കം കുറച്ച് സ്ക്രാച്ച് ആയിരുന്നു, പിന്നെ പതുക്കെ ടച്ചിലേക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും റാസിക്കിന്റെ പന്തിൽ പുറത്തായി. പിന്നെ റിങ്കു സിംഗ് നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. ഒരു ഫിനിഷിംഗ് ടച്ച് നൽകിയത് റിങ്കു ആണ്. റിങ്കു 29 പന്തിൽ 49 റൺസാണ് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ 192 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ആ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പാർ വിന്നിംഗ് സ്കോർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു 185 190 റേഞ്ചിലാണ് ഈ ഒരു സർഫസിൽ ഒരു പാർ വിന്നിംഗ് സ്കോർ ആയിട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ മത്സരത്തേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പന്ത് ബാറ്റിലോട്ട് വരുന്നുണ്ടായിരുന്നു. സ്റ്റിൽ ഇതൊരു ബെറ്റർ ആയിട്ടുള്ള സർഫസ് അല്ല. അത്യാവശ്യത്തിന് ഗ്രിപ്പും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു സ്ലൈറ്റ്ലി ടു പേസ്ഡ് എന്ന് പറയാം. മറ്റേ കഴിഞ്ഞ മത്സരത്തിൽ അത്രയും ട്രിക്കി ആയിട്ടുള്ള ഒരു സർഫസ് അല്ലെങ്കിൽ പോലും ബോളേഴ്സിനും പിന്തുണയുള്ള തരുന്ന ഒരു സർഫസ് ആയിരുന്നു. അവിടെ അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ് KKR പോസ്റ്റ് ചെയ്തത്. നമ്മൾ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡഫി എക്സ്പെൻസീവ് ആയിരുന്നു. ഭുവനേശ്വർ കുമാർ എക്സലന്റ് ആയി. 4 ഓവറിൽ 34 റൺസ് വഴങ്ങിയ ഒരു വിക്കറ്റ്. ഹേസൽവുഡ് അതുപോലെ തന്നെ 4 ഓവറിൽ 35 റൺസ് വഴങ്ങിയ ഒരു വിക്കറ്റ്. റാസിക്കും 4 ഓവറിൽ 35 റൺസ് വഴങ്ങിയ ഒരു വിക്കറ്റ്. പാണ്ഡ്യ വിക്കറ്റ് ഒന്നും എടുത്തില്ല, 39 റൺസാണ് കൊടുത്തത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് RCBയുടെ ഫീൽഡിംഗ് മോശമായിരുന്നു. വിരാടിന്റെ കൈകൾ വരെ ചോരുന്നത് നമ്മൾ കണ്ടു. അവിടെ വിരാടിന്റെ കൈകളിൽ നിന്നും ക്യാച്ച് ഡ്രോപ്പ് അല്ല, അതായത് സിംഗിൾ ബോണ്ട്, അതായത് ഡോട്ട് ബോൾ വരേണ്ടത് സിംഗിൾ വരേണ്ടത് ഡബിൾ ആയി. പിന്നെ ടിം ഡേവിഡിന്റെ കയ്യിൽ നിന്ന് 4 പോയി. അങ്ങനെ കുറെ മിസ്ഫീൽഡും അതുപോലെ തന്നെ ഫീൽഡിങ്ങിലുള്ള ഇഷ്യൂസും ഇന്ന് മത്സരത്തിൽ RCB കാണിച്ചു. റെയിന് ശേഷം ചിലപ്പോൾ മോയ്സറൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതും ഈ ഒരു സ്റ്റേജിൽ ന്യായീകരിക്കാനായിട്ടുള്ള കാരണങ്ങളല്ല. അപ്പം ഫീൽഡിങ്ങിൽ തീർച്ചയായിട്ടും ഇന്ന് പാളിച്ചകളുണ്ടായിരുന്നു RCB സൈഡിൽ.
ഇനി ആർ സി ബിയുടെ ചേസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓവറിൽ സൗരവ് ദുബെ എക്സലന്റ് ആയിട്ടാണ് തുടങ്ങിയത്. ആ ഒരു ജേക്കബ് ബദലിന് ആ ഒരു ഐഡിയ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ജേക്കബ് ബദലിനെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കാനായിട്ട് സൗരവ് ദുബെക്ക് കഴിഞ്ഞു. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ വിരാട് കോഹ്ലി എക്സലന്റ് ആയിട്ടാണ് കളിച്ചത്. നമുക്കറിയാം ഒരു ഒന്നാമത്തെ റൺ എടുത്തപ്പോൾ തന്നെ ഫിസ്റ്റ് ബമ്പായിട്ട് തുടങ്ങി. അടുത്ത ഓവറിൽ 4 ബൗണ്ടറികളാണ് വിരാട് കോഹ്ലി അടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജേക്കബ് ബദലും പതുക്കെ ഒരു ടച്ചിലേക്ക് വന്നു. പക്ഷേ 12 പന്തിൽ 15 റൺസിന് പുറത്തായി. അവിടെ കാർത്തിക് ത്യാഗിയുടെ എക്സലന്റ് ആയിട്ടുള്ള ഒരു വെൽ ഡയറക്റ്റഡ് ബൗൺസർ ആയിരുന്നു. അതിലാണ് ജേക്കബ് ബദൽ പുറത്താവുന്നത്. അതിനുശേഷം പടിക്കൽ വന്നു. ഇവിടെ പടിക്കലിന്റെയും ഒരു ക്യാച്ച്, ഒരു സിമ്പിൾ ക്യാച്ച് വൈഭവ് അറോറ കളയുകയുണ്ടായി. അത് നമ്മൾ എടുത്തു പറയണം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പടിക്കൽ എടുത്തത് 39 റൺസാണ് 27 പന്തിൽ. അത് നല്ലൊരു പാർട്ണർഷിപ്പ് ആയിരുന്നു. അപ്പൊ വിരാടും പടിക്കലും ചേർന്നിട്ട് ഒരു 92 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഒരു സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ കൊണ്ടുവന്നത്. അപ്പോഴേക്കും ആ ഒരു ചേസ് ഓൾറെഡി കൺട്രോളിലായി കഴിഞ്ഞിരുന്നു. കാരണം ചേസിൽ വിരാട് അങ്ങനെ അവസാനം വരെ നിൽക്കുകയാണെങ്കിൽ ആർ സി ബി ജയിക്കും. അതൊരു വെൽ നോൺ ഫാക്ട് ആണ്. ഇന്ത്യക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ത്യൻ ടീം ജയിക്കും. കാരണം ചേസ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യുന്ന മറ്റൊരു പ്ലെയർ ഇല്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പടിദാർ വന്നു. പടിദാർ ഒരു 6, നരേനയുടെ 6 അടിച്ചു. അത് കഴിഞ്ഞിട്ട് നരേന്റെ സ്പെല്ലിന്റെ അവസാന പന്തിൽ വീണ്ടും ഒരു 6 തൂക്കാനുള്ള ശ്രമത്തിനിടയിൽ പുറത്തായി. 11 റൺസാണ് എടുത്തത്. ടിം ഡേവിഡ്, ഇവിടെ ടിം ഡേവിഡ് 2 റൺസിന് പുറത്തായെങ്കിലും ഇവിടെ ടിം ഡേവിഡിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മനീഷ് പാണ്ഡെയുടെ ഒരു ബ്രില്യൻ ക്യാച്ച് ആയിരുന്നു. വേണമെങ്കിൽ ചിലപ്പോൾ ക്യാച്ച് ഓഫ് ദ സീസൺ വരെ കൊടുത്തേക്കാവുന്ന ഒരു ക്യാച്ചാണ്. കാരണം അത് നമുക്കറിയാം മനീഷ് പാണ്ഡെ ഒരു റൈറ്റ് ഹാൻഡർ ആണ്. അപ്പൊ തന്റെ ഒരു നോൺ ഡോമിനന്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫുൾ ലെങ്ത് ഡൈവിലൂടെയാണ് ടിം ഡേവിഡ് ഒരു സ്മാഷ്, ഒരു പ്രോപ്പർ സ്മാഷ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും പവർഫുൾ ആയിട്ടൊരു ഷോട്ട് ആയിരുന്നു. അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഫുൾ ലെങ്ത് ഡൈവ് ചാടിയിട്ട് നമ്മുടെ മനീഷ് പാണ്ഡെ കൈകളിൽ ഒതുക്കി. അതുകൊണ്ടാണ് ഡേവിഡ് പുറത്തായത്. അതിനുശേഷം ജിതേഷ് ശർമ്മയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ല. 5 പന്തിൽ 8 റൺസാണ് ജിതേഷ് എടുത്തത്. പിന്നെ വിരാടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് 60 പന്തിൽ 105 റൺസ്, 11 ഫോറും 3 സിക്സറും അടക്കം ഒരു എക്സലന്റ് ഇന്നിംഗ്സ്. വിരാടിന്റെ ഇന്നിംഗ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ തന്നെ കുറെ പറഞ്ഞു. അതിൽ ഇനി നമ്മൾ വിരാടിന്റെ ഇതുപോലൊരു ഇന്നിംഗ്സ് കളിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എക്സലന്റ് ടോപ്പ് നോച്ച് ഇന്നിംഗ്സ് ആണ്. കിങ് ഈസ് ഓൾവേസ് കിങ്, അതാണ് പറയാനുള്ളത്. ഇപ്പൊ 2 ഫെയിലിയേഴ്സ് കൊണ്ട് ഒരിക്കലും എഴുതി തള്ളേണ്ട പ്ലെയർ അല്ല. ഇപ്പൊ ആണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ പന്തിനെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് വിരാട് പുറത്തായത്. അപ്പൊ നമ്മൾ ആ ഒരു പ്രിവ്യൂവിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് സ്ലൈറ്റ്ലി ട്രിക്കി ആയിട്ടുള്ള സർഫസിൽ വിരാട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. ഇവിടെ റായ്പൂരിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റായ്പൂരിൽ കുറച്ച് വലിയ ഡയമെൻഷൻസ് ആണ്. അതുകൊണ്ട് ടൂസ് ഇഷ്ടം പോലെ കിട്ടും. ഇപ്പൊ വേണമെങ്കിൽ വിരാടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിരാടിന് ഇപ്പോൾ ഒരു 60 ബോളെ അല്ലെങ്കിൽ 70 ബോളെ സെഞ്ചുറി അടിക്കണമെങ്കിൽ 60 ബോളെ സെഞ്ചുറി അടിക്കണമെങ്കിൽ 4ന്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു വേക്കൻറ്റ് ഏരിയയിലേക്ക് തട്ടിയിട്ട് സുഖമായിട്ട് ഡബിൾ ഓടും. പിന്നെ മോശം പന്തുകൾ മാത്രം തെരഞ്ഞുപിടിച്ച് ശിക്ഷിച്ചാലും ഒരു 170-175 സ്ട്രൈക്ക് റേറ്റിൽ വിരാടിന് കളിക്കാൻ പറ്റും. അതാണ് വിരാടിന്റെ സ്പെഷ്യാലിറ്റി. കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബി മിസ് ചെയ്തു. അതാണ് അതുകൊണ്ടാണ് അത്രയും ഒരു അവസാന പന്തിലേക്ക് മത്സരം പോയത്. എന്നാൽ ഈ മത്സരത്തിൽ നമുക്കറിയാലോ ആ ഓരോ ഇതും ഭയങ്കര എനർജിയോടെ വിരാട് ആ ഒരു എനർജി എന്തൂസിയാസത്തോടെ വിരാട് കളിച്ചു. അതുപോലെ തന്നെ എക്സലന്റ് റിവ്യൂസ് ഉണ്ടായിരുന്നു. ഒരു വൈഡിന്റെ റിവ്യൂ ഒക്കെ എക്സലന്റ് ആയിരുന്നു. അങ്ങനെ ഓവറോൾ എ ഗ്രേറ്റ് ഇന്നിംഗ്സ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവരുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർത്തിക് ത്യാഗി, നമ്മൾ എടുത്തു പറഞ്ഞ ഈ സീസൺ കാർത്തിക് ത്യാഗി ഒരു റീമോഡൽഡ് ആക്ഷനുമായിട്ടാണ് വന്നത്. എക്സലന്റ് ആയിട്ട് തന്നെ പന്ത് ചെയ്യുന്നുണ്ട്. 4 ഓവറിൽ 32 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. പിന്നെ സൗരവ് ദുബെ 2.1 ഓവറിൽ 21 റൺസ് വഴങ്ങി. അതുപോലെ ആദ്യത്തെ ഓവർ നന്നായിട്ട് ബദലിനെതിരെ എറിഞ്ഞെങ്കിലും പിന്നെ അടി കൊണ്ടു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓവറിൽ വേവേഡായിട്ട് എറിഞ്ഞിട്ട് അടി കൊണ്ടു. വൈഭവ് അറോറ എക്സ്പെൻസീവ് ആയിരുന്നു. അതുപോലെ സുനിൽ നരൈൻ ഡീസന്റ് ആയിട്ട് എറിഞ്ഞു മാറി 1 വിക്കറ്റ് ഇട്ടു. പിന്നെ കാമറൂൺ ഗ്രീൻ എക്സ്പെൻസീവ് ആയിരുന്നു. അനിൽ റോയ് എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ബോളിംഗ് ചാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി ആർ സി ബി പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്തേക്ക് എത്തി. ഇപ്പോൾ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോയിന്റ് ടേബിളിൽ നല്ല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റ് ഉള്ളത് ആർ സി ബിക്കാണ്. 1.053 ആണ് നെറ്റ് റൺ റേറ്റ്. അതുകൊണ്ട് തന്നെ ആർ സി ബി ഇനി 2 കളി ഇനി തോറ്റാൽ പോലും ഓൾമോസ്റ്റ് ക്വാളിഫൈഡ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനിയുള്ള 2ൽ 1 ജയിച്ചാൽ തന്നെ ആ ഒരു ടോപ്പ് 2 സ്പോട്ടും ആർ സി ബിക്ക് സീൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെയാണ് ആർ സി ബിയുടെ കാര്യം. കെ കെ ആറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കെ കെ ആറിന്റെ കാര്യം ഇനിയുള്ള കളികളെല്ലാം ജയിച്ചു കഴിഞ്ഞാലും 15 പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. 14 പോയിന്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിലും ആ ഒരു 15 പോയിന്റ് വെച്ചിട്ട് കടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയേറെ റിസൾട്ട്സ് അവർക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ അറിയാം. കാരണം ടോപ്പിലുള്ള ടീംസ് ഒക്കെ തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. കെ കെ ആറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജി ടി ആയിട്ട് കളിക്കുന്നുണ്ട്, മുംബൈ ആയിട്ട് കളിക്കുന്നുണ്ട്, ഡി സി ആയിട്ട് കളിക്കുന്നുണ്ട്. അതിൽ തന്നെ മുംബൈയും ഡി സി ഓൾറെഡി പുറത്തായി എന്ന് പറയാം. മുംബൈ പുറത്തായി, ഡി സി ഓൾമോസ്റ്റ് പുറത്താവും. ഡി സിക്ക് എല്ലാ കളി ജയിച്ചാലും 14 എത്താൻ സാധിക്കുള്ളൂ. ജി ടി ആയിട്ടൊരു മാച്ച് വരുന്നുണ്ട്, അത് ക്രൂഷ്യലാണ്. പിന്നെ ജി ടിക്ക് ഓൾറെഡി 16 ഉള്ളതുകൊണ്ട് അത് വലിയ കാര്യമില്ല. പിന്നെ എസ് ആർ എച്ചും പി ബി കെസും സി എസ് കെയും ആർ ആറും ഒക്കെ അതിനനുസരിച്ച് തോറ്റൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്കൊരു ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആർ സി ബിക്ക് ആ ഒരു 2 തോൽവിക്ക് ശേഷം പിന്നീട് 2 വിജയങ്ങളായി. ഈ വിരാടും അവിടെ ആ ഒരു ടച്ചിൽ എത്തിയതോടെ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ റോയി സ്ട്രെയിറ്റ് അടിച്ച 6 ആണ്. അത് ഒരു പവർഫുൾ സ്ട്രെയിറ്റ് ഷോ, എന്താണ് ആ ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു
അപ്പി ഷോട്ട് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ചിപ്പ് ചെയ്തതേ ഉള്ളൂ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി വിട്ടതേ ഉള്ളൂ, തഴുകി വിടുക എന്നൊക്കെ പറയത്തില്ല. അപ്പം ജസ്റ്റ് ആ ഒരു ഫുൾ ബാറ്റ്സ്വിങ് പോലും പൂർത്തിയാക്കിയില്ല, വന്നൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് സ്ട്രൈറ്റ് സിക്സ് അടിക്കുന്ന നമ്മൾ കണ്ടു. പണ്ട് ആ കോറി ആൻഡേഴ്സനെ ആ ഒരു കവറിന് മുകളിൽ കൂടെ ഒന്ന് തൊട്ട് തലോടി സിക്സ് അടിച്ചതുപോലെയാണ് ആ ഒരു ഷോട്ട് ഷോട്ട് ഓഫ് ദി ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. KKR ഇന്ത്യ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.